രാമ 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 സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീരാഘവം ദശരഥാത്മജം അപ്രമേയം സീതാപതിം രഘുകുലാന്വയ രത്നദീപം ആജാനുബാഹും അരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. രാമം ലക്ഷ്മണപൂർവജം രഘുവരം സീതാപതിം സുന്ദരം കാകുൽസ്ഥാം കരുണാർണവം ഗുണനിധിം വിപ്രപ്രിയം ധാർമ്മികം രാജേന്ദ്രം സത്യസന്ധം ദശരഥതനയം ശ്യാമളം ശാന്തമൂർത്തിം വന്ദേ ലോകാഭിരാമം രഘുകുലതിലകം രാഘവം രാവണാരിം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ
നമാമി. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദ ദാനാമൃതപാരിജാതം മനുഷ്യപദ്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി. ശ്രീരാമചന്ദ്രചരണൗ വചസാ ഗൃണാമി. ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി. ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീഹരേ നാരായണ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. രാമായണ അമൃതത്തിലേക്ക്
ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു രാമായണ മാസം സമാഗതമാവുകയാണ്. നാളെ മുതൽ കർക്കിടകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാം കൊണ്ടും വിശേഷപ്പെട്ട ഒരു മാസം തന്നെയാണ് കർക്കിടക മാസം. കരുമി കർക്കിടക സംക്രമ യാമിനി എത്തുന്നതുവരെ നമുക്കിതാ മിഥുന സംക്രമം, അതായത് മിഥുനം കഴിഞ്ഞിട്ട് കർക്കിടകത്തിലേക്കുള്ള സംക്രമത്തിലേക്ക് ആദിത്യ ഭഗവാൻ എത്തിച്ചേരുന്ന സുദിനമാണിന്ന്. സംക്രമ സുദിനം. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ദിവ്യ അപദാനങ്ങൾ പാടിക്കൊണ്ട് അമംഗളങ്ങളെ ഇല്ലാതാക്കി, അശുഭങ്ങളെ ഇല്ലാതാക്കി, ദുഷ്ചിന്തകളെ ഇല്ലാതാക്കി, നന്മകളുടെ പരസ്പര സൗഹാർദ്ദത്തിന്റെ, എല്ലാവരെയും മാനിച്ചുകൊണ്ടും എല്ലാവരെയും ആശ്രയിച്ചും കൊണ്ടുള്ള മഹത്തായ സന്ദേശത്തിന് തുടക്കം കുറിക്കുകയാണ് വീണ്ടും ഒരു രാമായണ മാസത്തിൽ. കർക്കിടകം എന്ന് പറയുന്നത് പലതുകൊണ്ടും വിശേഷം എന്ന് പറയാൻ കാരണം, ഈ കർക്കിടകത്തിലെ ഓരോ സുദിനങ്ങളും ശ്രീരാമചന്ദ്രസ്വാമിയുടെ ദിവ്യ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് നാടും വീടും ഗ്രാമങ്ങളും വനങ്ങളും നഗരങ്ങളും ചൈതന്യധന്യമായി തീരുന്ന കാലഘട്ടം. ഈ ലോകത്തിൽ ആദ്യത്തെ കാവ്യമെന്ന് പ്രസിദ്ധമായിരിക്കുന്ന അഥവാ ആദികാവ്യമായ രാമായണത്തിന്റെ ശീലികള് ആ ജനിച്ചു വീഴുന്ന കുട്ടിയുടെ മനസ്സിൽ മുതൽ അന്ത്യശ്വാസം വലിക്കുന്ന ആ മരണസമയത്ത് വരെ നിലനിർത്തിക്കൊണ്ടുള്ള മഹത്തായ സംസ്കാരത്തിന്റെ തെളിവുകളാണ് രാമായണത്തിലൂടെ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. ഒരു വർഷത്തിൽ 6 മാസം സാധാരണ പറയുന്നത് ഋതുക്കളാണ്. 2 ഋതുക്കള്, പിന്നീട് 3ാമത്തെ ഋതു, 4ാമത്തെ ഋതു, അങ്ങനെ വസന്തം, ഗ്രീഷ്മം, വരുഷം, ശരത്ത്, ഹേമന്തം, ശിശിരം എന്നിങ്ങനെയുള്ള 6 ഋതുക്കള്. ഒരു ഋതു എന്ന് പറയുന്നത് 2 മാസം. അങ്ങനെ 12 മാസങ്ങൾ ഒരു വർഷം. ഈ ഒരു വർഷത്തില് 6 മാസം ഉത്തരായണ കാലം, 6 മാസം ദക്ഷിണായന കാലം. ഉത്തരായണ കാലം മകരം, കുംഭം, മീനം, മേടം, എടവം, മിഥുനം എന്നിങ്ങനെയുള്ള 6 മാസക്കാലം. എല്ലാം കൊണ്ടും പ്രസിദ്ധമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള കാലം ഉത്തരായണ കാലം. ശ്രീമദ് ഭാഗവതത്തില് വേദവ്യാസനൊക്കെ ഉത്തരായനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ശരശയ്യയിൽ കഴിഞ്ഞുകൂടി എന്നൊക്കെയുള്ള വിശേഷങ്ങൾ പറയുന്നു. അങ്ങനെയുള്ള ഉത്തരായണ കാലം 6 മാസം കഴിഞ്ഞാൽ അടുത്ത 6 മാസമാണ് ദക്ഷിണായന കാലം. ദേവന്മാരെ സംബന്ധിച്ച് ഒരു രാവും ഒരു പകലുമാണ് ഒരു വർഷം. 6 മാസം ഉത്തരായണം പകലും ദക്ഷിണായനം രാത്രിയുമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു വരെയുള്ള 6 മാസക്കാലം ദക്ഷിണായന കാലം. അതിന്റെ പ്രത്യേകത, ഈ കർക്കിടകത്തിലാണ് ദക്ഷിണായനം ആരംഭിക്കുന്നതെങ്കിൽ രാത്രി ആരംഭിക്കുന്നത് സന്ധ്യയോടുകൂടിയാണെങ്കിൽ നമുക്കും ഈ ഒരു സന്ധ്യാസമയം എന്ന പ്രത്യേകതയുണ്ട് കർക്കിടക മാസത്തിൽ. അതുകൊണ്ട്
ഈ വളരെ വിശേഷപ്പെട്ട കർക്കിടക മാസത്തെ നമ്മുടെ മലയാളത്തിൽ, അതായത് കൊല്ലവർഷം ആരംഭിക്കുന്നത് ചിങ്ങത്തിലാണെങ്കിൽ ഈ കർക്കിടക മാസം പ്രത്യേകിച്ചും പഞ്ഞമാസമായിട്ടും ദാരിദ്ര്യത്തിൻ്റെയും അതുപോലെ അസുഖങ്ങളുടെയും പലതുകൊണ്ടും അമംഗളങ്ങളുടെ ഒരു മാസമായിട്ട് തുടക്കത്തിൽ വരുന്നു. കാരണം ജ്യേഷ്ഠ എന്ന് പറയുന്ന, സാധാരണഗതിയിൽ പറയുന്ന ഒരു മാസത്തെ പിന്തുടർന്നു വരുന്നത് കൊണ്ട് ആ ജ്യേഷ്ഠ ദേവിയുടെ പ്രഭാവം നിറഞ്ഞു വന്നത് കൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ അമംഗളങ്ങളെ ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങളാണ് പൂർവികര് ചെയ്തു വന്നിരുന്നത്. അങ്ങനെയുള്ള ഒരു കർക്കിടക മാസത്തില് പലതുകൊണ്ടും കർക്കിടകം ശ്രേഷ്ഠമാണ്. സാധാരണഗതിയില് നമ്മൾ സുഖചികിത്സയോ അല്ലെങ്കിൽ പണ്ടുകാലത്ത് ആയുർവേദ ചികിത്സയൊക്കെ ചെയ്യുന്ന സമയത്ത് കർക്കിടക മാസമാണ് തിരഞ്ഞെടുക്കുക. കർക്കിടകത്തില് ഈ ഔഷധകാരകനാണ് ചന്ദ്രൻ. ആ ചന്ദ്രന്റെ സ്വക്ഷേത്രമാണ് കർക്കിടകം. അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ചികിത്സകളും സുഖചികിത്സകളും അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടിയുള്ള ചികിത്സകളും ഇനി വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ചികിത്സകളൊക്കെ ചെയ്യുന്ന കർക്കിടക മാസം, ഔഷധക്കഞ്ഞിയൊക്കെ കഴിക്കുന്ന കർക്കിടക മാസം, ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിലാണ് എങ്കിലും വിശേഷപ്പെട്ട സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന കാലഘട്ടം. ഇതൊക്കെയാണ് കർക്കിടക മാസത്തിന്റെ പ്രത്യേകത. ആപതികിം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ. ദുഃഖം വരുന്ന സമയത്ത് ശ്രീഭഗവതിയുടെ ശ്രീവിദ്യയായിരിക്കുന്ന അമ്മയുടെ പാതാരവിന്ദത്തെ ആശ്രയിക്കുക, സ്മരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആചാര്യന്മാര് പറഞ്ഞു തന്ന മാർഗമെങ്കിൽ കർക്കിടക മാസത്തിലാണ് ഭഗവതി സേവ ചെയ്തുകൊണ്ട് ആ ദേവിയുടെ സാക്ഷാൽ ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുദാം സർവസമ്പത്പ്രദാത്രീം. ദേവിയുടെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് സഹസ്രനാമങ്ങൾ ജപിച്ചുകൊണ്ട്, ലളിതാ സഹസ്രനാമങ്ങളൊക്കെ ജപിച്ചുകൊണ്ട്, ദേവി മഹാത്മ്യമൊക്കെ പാരായണം ചെയ്തുകൊണ്ട് അമ്മയുടെ ആ മൂലപ്രകൃതിയായിരിക്കുന്ന സാക്ഷാൽ ജഗദംബികയുടെ പൂജകളൊക്കെ ചെയ്യുന്ന, ത്രികാല പൂജകൾ ചെയ്യുന്ന, ഭഗവതി സേവ ചെയ്യുന്ന കാലഘട്ടം കർക്കിടകം. എല്ലാ ഭവനങ്ങളിലും ഗണപതി ഹോമം തുടങ്ങിയിട്ടുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു കാലഘട്ടം. ഈ സന്യാസ ആശ്രമങ്ങളിലുള്ളവർക്ക്, സന്യാസിമാര് യോഗീശ്വരന്മാരൊക്കെ അതിശ്രേഷ്ഠമായ 4 മാസത്തെ വ്രതമുണ്ട്. ചാതുർമാസ്യ വ്രതം എന്നാ പറയാ. ആശ്രമങ്ങളിലും മഠങ്ങളിലൊക്കെ സന്യാസിമാര് അനുഷ്ഠിക്കുന്ന വ്രതമാണ് ചാതുർമാസ്യ വ്രതം. ഭാഗവതത്തിലും മറ്റുള്ള പുരാണങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരും. അങ്ങനെയുള്ള ചാതുർമാസ്യ വ്രതം ആരംഭിക്കുന്നത് ഈ മാസത്തോടു കൂടിയിട്ടാണ്, കർക്കിടകത്തിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വ്യാസ പൗർണമി. വ്യാസനാരാണ്? നമ്മൾ പറയാറില്ലേ, ആ ലോകത്തിന്റെ മുഴുവൻ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു പൂർണിമ എന്ന് പറഞ്ഞുകൊണ്ട് സ്മരിക്കുന്നത് വ്യാസനെയാണ് നമ്മൾ ലോകത്തിന്റെ ഗുരുവായിട്ട് വന്ദിക്കുന്നത്. അങ്ങനെയുള്ള വ്യാസന്റെ ജന്മം ചില മാസങ്ങളിൽ ഈ തിഥിയൊക്കെ നോക്കിയിട്ടാണ് പൗർണമി വരുന്നത്. എല്ലാ വർഷവും കർക്കിടകത്തിൽ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ പൊതുവെ ഈ ഒരു കാലഘട്ടത്തിലാണ് വരിക അധികവും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞതിന്റെ താല്പര്യം. പിന്നെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇല്ലം നിറ, കുടുംബങ്ങളിൽ ഐശ്വര്യം വരുത്തുന്ന ചടങ്ങ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ, നമ്മുടെ പിതൃക്കള്, ആ പിതൃക്കളോടുള്ള കടം വീട്ടാനുള്ള സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് വാവ്, കറുത്ത വാവ് സുദിനത്തില് നമ്മൾ ചെയ്യുന്ന ബലിയിടൽ ചടങ്ങ്. വാവ് ബലി എന്ന് പറയും. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ബലികർമ്മം നടത്താനുള്ള സുദിനം കർക്കിടക മാസത്തിലെ കറുത്ത വാവ് സുദിനമാണ്. അതും ഏറ്റവും വിശേഷം. കാരണം ഈ ഒരു സമയമാണ് ദക്ഷിണായനത്തിലെ ആരംഭം എന്നുള്ളത് കർക്കിടക മാസമാണ്. അതുകൊണ്ട് തന്നെ ആ ചടങ്ങിനും ഇവിടെ പ്രാധാന്യം കിട്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള പൂജാകർമ്മങ്ങള്, സൽക്കർമ്മങ്ങള്, പിതൃക്കളോടുള്ള നമ്മുടെ
കടമ തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർക്കിടക വാവ് ബലിയിടല് ഈ മാസത്തില് എന്ന് മാത്രവുമല്ല ഒരുപാട് പ്രത്യേകതകളുണ്ട്. സുഖചികിത്സക്ക് അത്യുത്തമമാണ്, പലതുകൊണ്ടും വിശേഷപ്പെട്ടതാണ്. അത് പിതൃക്കളോടുള്ള കടം തീർക്കാൻ മാത്രമല്ല, പിന്നെ ആരോടൊക്കെയാണ്? നമുക്ക് 3 തരത്തിലുള്ള കടങ്ങളാണുള്ളത്. പിതൃക്കളോടുള്ള കടം, അതുപോലെ ദേവന്മാരോടുള്ള കടം, ഋഷികളോടുള്ള കടം. ഇത് 3 തീർക്കാൻ ഏറ്റവും പറ്റിയ മാസമായതുകൊണ്ടാണ് കർക്കിടക മാസത്തില് പാരായണങ്ങളും സദ്ഗ്രന്ഥ പാരായണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബലികർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. ദേവന്മാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നു, തീർത്ഥാടനങ്ങൾ ചെയ്യുന്നു, പുണ്യ സങ്കേതങ്ങളിലും ക്ഷേത്ര സങ്കേതങ്ങളിലും തീർത്ഥങ്ങളിലൊക്കെ ചെല്ലുന്നു. ഇങ്ങനെയൊക്കെയുള്ള വിശേഷമുള്ള കർക്കിടക മാസം നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ, തമിഴ്നാട്ടിലെ ഇപ്പോഴ് എന്താണ് ആണി മാസം എന്ന് പറയും. നമ്മൾ മിഥുന മാസം വരുമ്പോഴങ്ങനെയാണ് പറയുക തമിഴിൽ. ഇനി അത് കഴിഞ്ഞ് ആടി മാസമാണ്. ഈ ആടി മാസം കർക്കിടകമായതുകൊണ്ട് നമുക്കൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ അവിടെയും കാണാം. കർക്കിടകം 18 നമുക്ക് വിശേഷമാണെങ്കിൽ അവിടെ ആടി 18, നമുക്ക് കർക്കിടകം 16 വിശേഷമാണെങ്കിൽ അവിടെ ആടി 16. അതുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിലൊക്കെ കർക്കിടക മാസത്തിലൊക്കെ അമംഗളങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എന്താണ് വേഷങ്ങളൊക്കെ കെട്ടി ദൈവം തന്നെ തെയ്യങ്ങളുടെ രൂപത്തിലൊക്കെ വരുന്ന ചടങ്ങുകളൊക്കെ വരുന്നത്. ഏതായാലും ഈ കർക്കിടക മാസത്തില് രാമായണം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നമ്മളുടെ ഒക്കെ ഭവനങ്ങളില് പാരായണം ചെയ്യുന്ന സുദിനങ്ങളാണ്. ഓരോ ദിവസങ്ങളായിട്ട് കാണാൻ സാധിക്കുക. കർക്കിടക മാസം ഇന്നത്തെ സുദിനത്തില് മിഥുനം 31 സംക്രമത്തോടുകൂടി കർക്കിടകം ആരംഭിക്കും. ഇന്നത്തെ ഈ സംക്രമ സന്ധ്യയില് തന്നെ പലയിടത്തും രാമായണ പാരായണം ആരംഭിക്കും. കർക്കിടക മാസം മുഴുവനായിട്ട് രാമായണ പാരായണം. ആ രാമായണ പാരായണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തില് എഴുത്തച്ഛൻ, മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ മലയാള ലിപിയിൽ അതിമനോഹരമായി രചിച്ച അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് പാരായണം ചെയ്യാറുള്ളത് പണ്ടുകാലം മുതൽക്ക് തന്നെ. അതുകൊണ്ടാണ് മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. സകല ഗുരുക്കന്മാരെയും ദേവീദേവന്മാരെയും വന്ദിച്ചുകൊണ്ട്, നാരായണനെയും നരോത്തമന്മാരെയും വന്ദിച്ചുകൊണ്ട്, സദ്ഗുരുവായിരിക്കുന്ന സദാശിവനെ വന്ദിച്ചുകൊണ്ട് ആദികാവ്യം രചിച്ച നമ്മുടെ വാൽമീകി മഹർഷിയെ വന്ദിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. ഈ രാമായണത്തിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് വളരെ ലളിതമായിട്ട് പറഞ്ഞു തരുന്ന എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ഇത്രയും നമ്മൾ വിശേഷമായിട്ട് പറഞ്ഞത് ആദികാവ്യമായ രാമായണത്തിന്റെ വിശേഷമാണെങ്കിൽ, ആദികാവ്യം സംസ്കൃതത്തിലാണ്. 24,000 ശ്ലോകങ്ങൾ കൊണ്ട് 24,000 ശ്ലോകങ്ങളാണ് രാമായണത്തിൽ. വാൽമീകി മഹർഷി എഴുതിയ ബ്രഹ്മനിർദ്ദേശപ്രകാരം നാരദ മഹർഷിയുടെ അനുഗ്രഹത്തോടുകൂടി സാക്ഷാൽ സരസ്വതീ ദേവിയുടെ വാഗ്ദേവതയുടെ വാഗ്വിലാസത്തോടുകൂടി വാൽമീകി മഹർഷി എഴുതിയ രാമായണം 24,000 ശ്ലോകങ്ങളാണ്. അതിനുശേഷം രാമായണത്തിലെ
അധ്യാത്മ തത്വങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അധ്യാത്മ തത്വങ്ങളെ മാത്രം എടുത്ത് സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി മാനുഷനല്ല രാമൻ മാനവശിഖാമണേ എന്ന ഭാവനയോടുകൂടി രാമന്റെ ദിവ്യത്വത്തെ, മഹത്വത്തെ, ആ പൂർണ്ണ അവതാര ചൈതന്യത്തെ വേണ്ടതുപോലെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി വേദവ്യാസൻ രചിച്ച വ്യാസരാമായണം പ്രസിദ്ധമാണ്. ആ വ്യാസരാമായണമാണ് അധ്യാത്മരാമായണം എന്നറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക, അധ്യാത്മരാമായണം ഏതാണ്? വേദവ്യാസൻ രചിച്ചതാണ്. പക്ഷേ ഇത്രയൊന്നും ശ്ലോകങ്ങളില്ലാത്ത 4000-വും അപ്പുറവും കുറച്ച് ശ്ലോകങ്ങളും, ഏതാണ്ട് 4000-ഓളം ശ്ലോകങ്ങളെന്ന് പലരും പറയുന്ന, കണ്ടുകിട്ടിയിട്ടുള്ള അധ്യാത്മരാമായണം വേദവ്യാസൻ രചിച്ചു. ഈ വാൽമീകി രാമായണത്തെയും അധ്യാത്മരാമായണത്തെയും അധികരിച്ചിട്ട് അനേകം രാമായണങ്ങളും രാമചരിതങ്ങളും, തുളസീദാസിന്റെ രാമചരിത മാനസം ഉൾപ്പെടെയുള്ള ശ്രീരാമകവിയുടെ രാമചരിതം ഉൾപ്പെടെയുള്ള അനേകം കൃതികള് ലോകത്തില് ശ്രേഷ്ഠമായിട്ടുള്ള ആദികാവ്യമായിട്ടുള്ള ഈ ഭാരതത്തിലെ രാമായണത്തെ അധികരിച്ച് ലോകത്തിലൊക്കെ പ്രചരിച്ചിരുന്നു. വേദവ്യാസൻ എഴുതിയ അധ്യാത്മരാമായണം എന്ന ആ സംസ്കൃത ഗ്രന്ഥത്തിന്റെ, മൂലഗ്രന്ഥത്തിന്റെ താല്പര്യത്തെ ഒട്ടും ചോർന്നു പോകാതെ ഭക്തിയുടെ മേൽപ്പൊടി ചേർത്തുകൊണ്ട് അതിമനോഹരമായിട്ട് ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം. കഥ രാഘവീയമാണ്. പിന്നെ കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ. ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം. ആനന്ദലബ്ധിക്ക് ഇനി എന്താണ് വേണ്ടതെന്ന് മാലോകരെ കൊണ്ട് പറയിച്ച അതിശ്രേഷ്ഠമായ തുഞ്ചത്തെഴുത്തച്ഛൻ രചിച്ച കൃതിയെ നമ്മൾ അറിയപ്പെടുന്നത് അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്നാണ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഈ മൂന്നും ഓർമ്മിക്കുന്നു. വാൽമീകി രാമായണം, വേദവ്യാസരുടെ രാമായണം, അധ്യാത്മരാമായണം, എഴുത്തച്ഛൻ രചിച്ച കിളിയെ കൊണ്ട് പറയിച്ച അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊൽകനീ എന്ന് മനോഹരമായി കിളിയെ കൊണ്ട് പറയിച്ച എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അതാണ് നമ്മുടെ ഓരോ ഗൃഹത്തിൽ നിന്നും, ഓരോ ഭവനത്തിൽ നിന്നും, ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നുമൊക്കെ ഇന്നു മുതൽ മുഴങ്ങുന്നത്. ഈ സംക്രമം മുതൽ അടുത്ത സംക്രമം സുദിനം വരെ നീണ്ട ഒരു മാസം, 31, 32 ദിവസങ്ങൾ വരുന്ന കർക്കിടക മാസം രാമായണ മാസമായിട്ടും, അതുപോലെ വളരെ ശ്രേഷ്ഠമായിട്ട് നമുക്ക് രാമായണ മാസത്തിലൂടെ രാമായണ സംസ്കൃതിയെ അറിയാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ള വിശേഷം. രാമായണ കഥകളിലൂടെ, രാമകഥാ സാഗരത്തിലൂടെ, രാമായണ പ്രശ്നോത്തരിയിലൂടെ, അങ്ങനെ പലതരത്തിലായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് രാമായണത്തെ എത്തിക്കുവാനുള്ള നിരന്തരമായിട്ടുള്ള നമ്മുടെ ഗുരുപരമ്പരകളുടെ പരിശ്രമം ഇന്ന് ആർക്കും ഒഴിവാക്കാൻ സാധിക്കാത്ത നിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആദികാവ്യത്തിന്റെ മഹത്വം നമുക്ക് വേണ്ടതുപോലെ ഏറ്റെടുക്കാൻ ഒരവസരമാണ് ഇനി അങ്ങോട്ടുള്ള സുദിനങ്ങള്. നല്ലതുപോലെ നമുക്കും ശ്രീരാമചന്ദ്രസ്വാമിയോട് പ്രാർത്ഥിച്ച് സദ്ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച് സകല ദേവീ ദേവന്മാരെയും വന്ദിച്ച് നിലവിളക്ക് കത്തിച്ചു വെച്ച്
ആ ഹനുമാൻ സ്വാമിയെ വേണ്ടതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ആയുസ്, ബലം, ബുദ്ധി, ശക്തി, ധൈര്യം ഇതൊക്കെ തരുന്ന ഹനുമാൻ സ്വാമിയുടെ പ്രഭാവം, അതോടൊപ്പം തന്നെ രാമനാമത്തിന്റെ പ്രഭാവം, ഇത് രണ്ടും ഒരുമിച്ച് കാണിക്കുകയാണ് ഈ രാമായണത്തിലൂടെ. അതാണ് ഏറ്റവും ശ്രേഷ്ഠം. കാരണം യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് എവിടെ ശ്രീരാമനാമം മുഴങ്ങുന്നുവോ അവിടെ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് തലയും കുലിച്ചുകൊണ്ടിരിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ രാമായണം വായിക്കുന്ന സമയത്ത്, രാമനാമം എവിടെയെങ്കിലും ഉച്ചരിക്കുന്ന സമയത്ത് എത്തിപ്പെടാനും അത് കേൾക്കാനും, അങ്ങനെ എനിക്ക് ഈ ലോകത്തില് ഈ നാമം ഉള്ളിടത്തോളം കാലം, രാമനാമം ഉള്ളിടത്തോളം കാലം ജീവിക്കാനുള്ള അനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിച്ച്, അതാണ് ഞാൻ ലോകത്തിൽ ഏറ്റവും വിലമതിക്കുന്നതെന്ന് പ്രാർത്ഥിച്ച ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നമുക്ക്, സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുത്താൻ ഈ രാമായണ പാരായണത്തിലൂടെ സാധിക്കും, രാമായണ കഥാകഥനത്തിലൂടെ സാധിക്കും, രാമനാമത്തിലൂടെ സാധിക്കും. രാമനാമത്തിന്റെ മഹത്വം കൂടിയാണ് രാമായണത്തിലൂടെ കാണിച്ചു തരുന്നത്. രാമ 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 രാമ. രാമനാമം എല്ലാം കൊണ്ടും ശ്രേഷ്ഠമായിട്ടുള്ളത് പാർവതീദേവിയോട് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ പ്രാർത്ഥിക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? സഹസ്രനാമത്തിന് തുല്യമാണ്. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ രാമനാമ വരാനനേ. രാമായണത്തിന്റെ പുണ്യ സ്മരണ പുതുക്കുവാനായിട്ട് വീണ്ടും ഒരു രാമായണ മാസം അഥവാ കർക്കിടക മാസം കൂടി സമാഗതമാകുന്ന ഈ സുദിനത്തില് നമുക്ക് രാമായണം സമാരംഭം കുറിച്ചുകൊണ്ട് ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ
നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം നമുക്ക് ഇതേ സമയത്ത് ഇനി അങ്ങോട്ടുള്ള കർക്കിടക മാസത്തിൽ മുഴുവനും കേൾക്കാം. എല്ലാവരും ശ്രദ്ധയോടുകൂടി ഈ രാമായണ മാസത്തിലെ ഈ രാമായണ അമൃതം കേട്ട് സംശുദ്ധരാവുക, കൃതാർത്ഥരാവുക. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. മംഗളം രാമചന്ദ്രായ മഹനീയ ഗുണാലയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.